ഇലക്ഷൻ കഴിഞ്ഞു, എല്ലാവരും ജയിക്കൂലല്ലോ, എല്ലാവരും ജയിക്കൂല. ചിലപ്പോൾ തോറ്റ സ്ഥാനാർത്ഥിയാകും ജയിച്ച സ്ഥാനാർത്ഥിയേക്കാൾ വ്യക്തിത്വം കൊണ്ടും പ്രഭാവം കൊണ്ടും ഒക്കെ ഉത്തമൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അമിതമായി വിജയം ആഘോഷിക്കേണ്ട. ഒരാളെയും നിങ്ങൾ അപഹസിക്കുന്ന മോശപ്പെട്ട വാക്കുകൾ പറയരുത്. പരിഹാസങ്ങളും കളിയാക്കലും ഉണ്ടാകരുത്. നിങ്ങൾ ആരെയാണോ പരിഹസിക്കുന്നത്, ആ പരിഹസിക്കുന്നവർ ചിലപ്പോൾ നിങ്ങളെക്കാൾ ഉത്തമന്മാരായേക്കാം. ഖുർആനിലായത്താ. അതുകൊണ്ട് നമ്മൾ വിജയം ആഘോഷിച്ച് നമ്മൾ തോറ്റോലാകരുത്. മൽ മുഫ്ലിസ്. നബി ചോദിച്ചു സഹാബികളോട്, ആരാടാ തോറ്റവർ, ആരാണ് പരാജയപ്പെട്ടവർ? തദറൂന, നിങ്ങൾക്കറിയോ തോറ്റവരാരാ, എല്ലാം നഷ്ടപ്പെട്ടവരാരാ, പരാജയപ്പെട്ടവരാരാന്നറിയോ? അവർ പറഞ്ഞു, ലാ ദിർഹമ വലാ മാല, മുതലില്ലാത്തോലാന്ന് അല്ല. റസൂൽ പറഞ്ഞു, മറിച്ച് ഒരുപാട് അമലുണ്ട്, നിസ്കാരവും കാര്യമൊക്കെ ഉള്ളോലാ, ജമാഅത്തും നിസ്കാരവും ജുമയും എല്ലാം പങ്കെടുക്കുന്ന ആൾക്കാരാണ്, നല്ല നല്ല കുറേ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ റോട്ടുമ തുള്ളാനും ചാടാനും പോകും. അങ്ങനെ എന്താ ഉണ്ടാകാന്നറിയോ? അപ്പോൾ അവിടെ അപ്പുറത്തുള്ളവനെ പറ്റി, തോറ്റോലെ പറ്റി പലതും പറയും, പല അപഹാസങ്ങളും പരിഹാസങ്ങളും കളിയൊക്കാക്കൽ. അതുകൊണ്ട് അതൊക്കെ എടുത്തു കൊടുത്തു എന്നാണ് റസൂൽ പറഞ്ഞത്. ഇഷ്ടമില്ലാത്തത് പറഞ്ഞു, മറ്റുള്ളവനെ അപഹസിച്ചു, മറ്റുള്ളവനെ ചീത്ത പറഞ്ഞു, മറ്റുള്ളവൻ ഇഷ്ടമില്ലാത്ത വാക്ക് പറഞ്ഞു. അതുകൊണ്ട് ഇവൻ്റെ അമലൊക്കെ പോയി എല്ലാം ഒന്നും ഇല്ലാതെ പരലോകത്ത് വരും. അതുകൊണ്ട് വിജയം ആഘോഷിച്ച് തോറ്റവരായി മാറാതിരിക്കാൻ ശ്രമിക്കുക.